നമസ്കാരം സുഹൃത്തുക്കളെ. കുറച്ച് നാളായി കണ്ടിട്ട്, വീഡിയോ ആയിട്ട് കുറച്ച് നാളായി. അതിനാദ്യം എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. കാരണമുണ്ട്, കാരണം ഞാൻ പറയാം. അതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ ട്രേഡ് ഒന്ന് നോക്കാം. ഇന്നലത്തെ ഇത് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 23-ാം തീയതിയാണ്. 22-ാം തീയതി എടുത്ത ട്രേഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൽ പോയാൽ കാണത്തില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. 2 ട്രേഡാണ് എടുത്തത്. അതിലൊരു ട്രേഡ് നിഫ്റ്റി മേളോട്ട് പോയി താഴേക്ക് വന്ന് നിഫ്റ്റി ഫ്യൂച്ചറിൽ നിഫ്റ്റി ഫ്യൂച്ചറിൽ 25,281 എന്ന് പറഞ്ഞ നമ്മുടെ ലെവലായിരുന്നു. ആ 25,281 ടച്ച് ചെയ്ത സമയത്ത്, ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറിയിട്ടൊന്നുമില്ല, ടച്ച് ചെയ്തപ്പോൾ ഞാൻ എൻട്രി എടുത്തു. തിരിച്ച് മേളിലോട്ട് കയറിപ്പോയി. ഈ ഒരു ഭാഗത്ത് വെച്ച് ഏകദേശം ഒരു 10-15 പോയിന്റ് ലോട്ടിൽ കിട്ടി. എക്സിറ്റ് ചെയ്ത് മാറി. അതിന് ശേഷം എടുത്തത് ഇവിടെ 25,202 ഈ ക്യാൻഡിൽ 25,202 നമ്മുടെ ലെവലായിരുന്നു. ആ 25,202 ഒന്ന് ടച്ച് ചെയ്തപ്പോൾ എടുത്ത്, അതും ഈ ക്യാൻഡിൽ തന്നെ, സെയിം ക്യാൻഡിൽ. നമുക്ക് ലൈവ് റെക്കോർഡ് ചെയ്യാനുള്ള സമയമൊന്നുമില്ലാണ്. ഈ 2 ട്രേഡ് എനിക്ക് ഞാൻ മാക്സിമം ഹോൾഡ് ചെയ്തത്, ഫസ്റ്റ് ട്രേഡ് ഹോൾഡ് ചെയ്തത് ആകെ ഒരു 10-15 സെക്കൻഡിൽ 20 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ടുള്ളൂ. അതിന് മുമ്പ് തന്നെ പ്രോഫിറ്റ് കിട്ടി, എക്സിറ്റ് ചെയ്ത് മാറി. സ്കാൽപ്പിംഗ് ആണ് ഇത് രണ്ടും. നമ്മൾ അത്ര നേരം, അത് കൂടുതൽ നേരം നമ്മൾ നിൽക്കത്തില്ല. സ്കാൽപ്പിംഗ് ആയിരുന്നു. ജസ്റ്റ് എടുത്തു, എക്സിറ്റ് ആയി മാറി. റീസൺ ഇതാണ്. 25,202 നമ്മുടെ ലെവലായിരുന്നു. 25,281 നമ്മുടെ ലെവലാണ്. അപ്പോൾ 25,202 എങ്ങനെ ആക്ട് ചെയ്യപ്പെടാന്ന് നിങ്ങൾക്ക് അറിയാം, നോക്കിയറിയാം. അതിന് വീണ്ടും വന്നു. 2 ട്രേഡ് എടുത്ത് അത്യാവശ്യം നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് അച്ചീവ് ആയി മാറി. ഞാൻ ഇറങ്ങിയാണ് ചെയ്തത്, നോക്കിയില്ലായിരുന്നു. പിന്നെ നമുക്ക് എന്തായാലും വാട്ടർഫ്ലൈ നോക്കാം. ഇന്നലത്തെ ഓപ്പണിംഗ് ഒരു ബുള്ളിഷ് ഇംബാലൻസ് ഓപ്പണിംഗ് ആയിരുന്നു നമുക്ക്. അപ്പോൾ ബുള്ളിഷ് ഇംബാലൻസ് ഓപ്പണിംഗ് ആണെങ്കിലും തൊട്ട് മുമ്പ് വാല്യൂ എല്ലാം നെഗറ്റീവ് ആണ്, മാർക്കറ്റ് വീക്കാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു വലിയ ബുള്ളിഷ് ട്രേഡ് നോക്കിയില്ല. പിന്നെ തിരിച്ച് വന്ന് 25,202 എന്ന് പറയുന്നത് നമ്മളിവിടെ തൊട്ട് ദിവസത്തെ POCയുടെ അടുത്തായിട്ടൊരു ലെവലാണ്. പിന്നെ ഫ്യൂച്ചറിൻ്റെ ആയിട്ടുള്ള 25,202 എന്ന് പറയുന്ന ലെവൽ എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പത്തെ POCയുടെ അടുത്തുള്ള ലെവലാണ്. POC ഉള്ള ലെവലായിരുന്നു. ആ ലെവലിലാണ് നമ്മൾ ട്രേഡ് എടുത്തത്. അതിന് മുമ്പത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് തലേ ദിവസം വാല്യൂ ഏരിയ ഉള്ളൊരു ലെവലായിരുന്നു. ഈ ലെവലൊക്കെ ഉണ്ടെന്നും പറഞ്ഞാൽ നമ്മൾ ലൈനിൽ ട്രേഡ് എടുക്കാൻ പറ്റത്തില്ലല്ലോ. ലെവലിൽ ആക്ട് ചെയ്യാതിരിക്കാം. അപ്പോൾ നമ്മളത് ഉറപ്പിച്ചത് നമുക്ക് ഓർഡർ ഫ്ലോ ഉള്ളതുകൊണ്ടാണ്. നമുക്കിവിടെ കാണാം, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രേഡ്. കണ്ടില്ലേ, ഈ ക്യാൻഡിൽ താപ്പോട്ട് വന്നു. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഇവിടെ 27,000, 4,000, 4,000 എന്നൊക്കെ ഭയങ്കര ഓർഡർ, സെൽ ഓർഡേഴ്സ് വരുന്നുണ്ട്. ഈ സെൽ ഓർഡർ ഉള്ള സമയത്ത് എത്രയും വല്ല ഈ ക്യാൻഡിൽ നിങ്ങൾ നോക്കി അറിയാം. ഈ ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ താപ്പോട്ട് വരുമ്പോൾ ആലോചിച്ച് നോക്കി, ഇവിടുത്തെ ഇത്രയും വലിയ ഫാള് വരുന്നത് ഭയങ്കര ഒരു ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ ബൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നിസ്സാര സംഭവമല്ല. നമുക്കതങ്ങനെ സാധിക്കുന്നത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മളെ വലിയ കഴിവൊന്നുമല്ല. നമുക്ക് ഡേ ടേബിൾ ഉണ്ട്. അതായത് ഇത്രയും സെൽ ഓർഡേഴ്സ് ഇവിടെ നോക്കിയാൽ ഇവിടെ വലിയ ഓർഡേഴ്സ് ഒന്നും ഇല്ല. എന്നിട്ട് മാർക്കറ്റാണ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ, അത് അവരുടെ സ്ട്രെങ്തിന്റെ കുറവാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഒരു എൻ്റർ ചെയ്ത് പെട്ടെന്ന് എടുക്കണം. അപ്പോൾ ഈ സംഭവം നമ്മുടെ ലെവലിൽ സംഭവിച്ചു. ഈ സംഭവം തന്നെ ഇപ്പം നല്ല ഇവിടെ ഈ സംഭവം ഇവിടെ ഇങ്ങനെ സംഭവിച്ചായിരുന്നെങ്കിലോ, അല്ലെ ഇവിടെ സംഭവിച്ചാലും നമ്മൾ ചിലപ്പോൾ എടുക്കത്തില്ല. നമ്മുടെ ലെവലിൽ നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സംഭവിച്ചാൽ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം ഞാൻ ഈ ട്രേഡ് എടുത്തിട്ട് ഞാൻ ഇതാണ് ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഹോൾഡ് ചെയ്തിട്ടെങ്കിൽ ഒരു മേലോട്ട് പോകുന്നു പറഞ്ഞിട്ട് ലോസ് അടിച്ചാൽ അപ്പം നമ്മൾ എൻട്രി എടുത്തു, എക്സിറ്റ് ആയി. ഓപ്ഷൻസിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പെട്ടെന്നുള്ള ഇത് വോളറ്റൈൽ മാർക്കറ്റ്, മേലോട്ടും താപ്പോട്ടും എല്ലാം ഓടിക്കളിക്കും. നമുക്ക് ആവശ്യമുള്ള എടുത്ത് മാറുക എന്നുള്ളതല്ലാതെ എല്ലാ പൈസയും കൂടെ നമ്മൾ വാരി കെട്ടിയെടുക്കാൻ നോക്കിയാൽ അത് വിഷയം. പിന്നെ രണ്ടാമത്തെ ട്രേഡ് എന്ന് പറയുന്നത് 11:45 11:45 ക്യാൻഡിൽ എന്ന് പറയുമ്പം ഇവിടെ നോക്കിയാൽ ഈ സെയിം സംഭവമാണ്. താഴത്തേക്കൊക്കെ ഓർഡേഴ്സ് ഉണ്ടോ, ഇത്രയും ഹെവി 22K ഓർഡർ താഴെ വന്നിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. തൊട്ട് മുമ്പുള്ള ചാനലിൽ ഇത്ര ഓർഡേഴ്സ് ഉണ്ട്. അപ്പം ആ സമയത്ത് അത് നമ്മുടെ ലെവലിൽ കറക്റ്റ് 25,202 എന്നുള്ള ലെവലിൽ വന്ന് എടുത്തു. ഇപ്പോൾ തന്നെ നെക്സ്റ്റ് ടൈം അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇത്ര ദിവസം വീഡിയോ ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിഞ്ച ട്രേഡറും ആക്സൽ പിക്സും ആയിരുന്നല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
ഈ നിഞ്ച ട്രേഡർ ആക്സൽ പിക്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് നമ്മൾ ഡേറ്റ ഉപയോഗിച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ഓപ്പണിംഗ് മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ചോളം ഓപ്പണിംഗ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഓർഡർ ഫ്ലോയിലേക്ക് ഡേറ്റാസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നിഞ്ച ട്രേഡിലും ആക്സൽ പിക്സ് നോക്കുന്ന സമയത്ത് ഈ മാർക്കറ്റ് പ്രൊഫൈലിൽ വ്യത്യാസങ്ങൾ കാണിച്ചു തുടങ്ങി. അതായത് നമുക്ക് ഓപ്പണിംഗ് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഈ ഓപ്പണിംഗ് തന്നെ നമുക്ക് തെറ്റായിട്ട് കാണിച്ചു തുടങ്ങി. ഇംബാലൻസ് ഓപ്പണിംഗ്, ബാലൻസ് ഓപ്പണിംഗ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളാണ്. അപ്പോൾ ഇംബാലൻസ് ഓപ്പണിംഗ് നടക്കുന്ന ദിവസങ്ങളിൽ ബാലൻസ് ഓപ്പണിംഗ് നടക്കുന്ന ദിവസങ്ങളിൽ ഇംബാലൻസ് ഓപ്പണിംഗ് എന്നൊക്കെ കാണിച്ചു തുടങ്ങി. അപ്പോൾ ആ ഡേറ്റയുടെ ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ സംഭവം അതായിരുന്നല്ലോ. അപ്പം അതിൽ നിന്നൊന്ന് മാറി. അപ്പോൾ അതിൽ നിന്ന് മാറി കഴിയുമ്പോൾ നമുക്കുള്ളത് ഗോ ചാർട്ടിംഗ് ഉണ്ട്, കോണ്ടവർ ഉണ്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പം ഗോ ചാർട്ടിംഗ് എന്ന് പറഞ്ഞൊരു വെബ് ബേസ്ഡ് ആണ്. കോണ്ടവർ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്. അപ്പം ഇതിൻ്റെ ഒന്നും എത്രത്തോളം ഉണ്ട് ആക്യുറസി, എന്തോരം എങ്ങനെയാണ് നമുക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചെടുക്കുന്ന ട്രേഡ്സിൻ്റെ ഒന്നും വീഡിയോ ഞാനും ആദ്യം കുറച്ച് ദിവസം ട്രേഡ് ചെയ്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് നോക്കിയിട്ടാണ് ഇത് എങ്ങനെ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ്. ഇപ്പം നിഞ്ച ട്രേഡർ വെച്ച് നോക്കുമ്പോൾ ചില ഗുണങ്ങളുണ്ട്, എന്നാൽ ചില പോരായ്മകളും ഉണ്ട്. രണ്ടിൻ്റെ അതിൻ്റെതായ രീതിയിൽ മെച്ചമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നിഞ്ച ട്രേഡർ ഉപയോഗിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇനിയിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഗോ ചാർട്ടിങ്. അപ്പം അതുകൊണ്ട് ഞാൻ ഗോ ചാർട്ടിങ്ങിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വലിയ ഹെവി പൊസിഷൻ വെച്ചല്ല, തൽക്കാലം ചെറിയ ക്വാണ്ടിറ്റി ഇട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനിയും പിന്നെ ഈ അതുപോലെ ലൈവ് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. കാരണം സ്കാൽപ്പ് ചെയ്യുന്ന സമയത്ത് അറിയാമല്ലോ, ലൈവ് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. അങ്ങേറ്റം പോയ 15 സെക്കൻഡ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റൊക്കെ ആയിരിക്കും നമ്മുടെ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നത്. 2 വീഡിയോ എടുക്കാനുള്ളൊരു മടി, അതിനുശേഷം ഇത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുള്ളൊരു മടി നല്ലവരുണ്ടായിരുന്നു. അപ്പോൾ ആ മടി കാരണം കൂടിയാണ് എടുക്കാതിരുന്നത്. അപ്പം ഇന്ന് രാവിലെ എണീച്ചപ്പം എങ്ങനെയും ഒരു വീഡിയോ അങ്ങ് എടുക്കാം എന്നുള്ളൊരു രീതിയിൽ അങ്ങ് എടുത്താണ്. അപ്പം ഇനി തൊട്ടുള്ള വീഡിയോസ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്ഷമ ചോദിക്കുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തതിന്. പിന്നെ നിങ്ങളുടെ ഭാഗത്തൊന്നും വലിയൊരു ഇതൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടുകൂടെയാണ് അങ്ങനെ നമുക്കൊരു ഇൻറ്ററാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ച് നമുക്ക് ആരോടെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം ഓക്കെ. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇന്നിനി വെള്ളിയാഴ്ചയാണ്. ഇന്ന് ട്രേഡ്, പിന്നെ തിങ്കളാഴ്ച ട്രേഡ് ഇല്ല, മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഉണ്ട്. നമുക്കിപ്പോൾ സ്കാൽപ്പ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ട്രേഡും തന്നെ ഉണ്ട്. പക്ഷെ ലൈവ് എടുക്കാൻ പറ്റത്തില്ല. അതിനുശേഷം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ട്രേഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഓർഡർ കാണിച്ച് ഇന്ന് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യാം. ഓർഡർ കാണിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്നലത്തേനകത്തൊന്നും ഓർഡർ കാണിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതാണ്. അപ്പോൾ ഓക്കെ, നന്ദി.